പ്രജിതെ, ഇന്നലെ വൈകുന്നേരം എന്നെ വീണാമണി ഒരു 9:30 മണി കഴിഞ്ഞപ്പോൾ വിളിക്കുന്നു. കാര്യം വീണാമണി ഇപ്പൊ ഏത് സമയമൊന്നുമില്ലാതെ നോക്കി അവർ നമ്മളെ വിളിക്കുന്ന ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവർ എന്നെ വിളിച്ചത്, സാറേ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയിൽ നിന്നാണ് വിളിക്കുന്നത്, എന്നെ ഒരു കൂട്ടം CPM ഗുണ്ടകൾ എൻ്റെ ഫോൺ എന്നെ കയറി കടന്നു പിടിച്ചു, എന്നെ ആക്രമിച്ചു. ഗുരുവായൂർ അമ്പല നടയിൽ. അപ്പോൾ ഈ നിർമാല്യം തൊഴാനായി തലേ ദിവസമേ ക്യൂ നിൽക്കുമല്ലോ, അങ്ങനെ തലേ ദിവസമേ ക്യൂ നിന്ന്. അപ്പോൾ എനിക്ക് ചില ഡൗട്ടുകളൊക്കെ ഉണ്ട്. ഞാൻ കേട്ട് നിങ്ങളെ ഫോൺ പിടിച്ച് വാങ്ങാൻ ക്യൂവിൽ ഫോൺ വാങ്ങില്ല. അങ്ങനെ അല്ല സാർ, നമ്മൾ ക്യൂ നിന്നാലും ഇടയ്ക്ക് പോയി നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനായി പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആണ് സാർ ഞാൻ നിന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെയാണ് ഇവർക്കെതിരെ ചാരക്കണ്ണുകൾ CPM-ന് വളരെയധികം എല്ലായിടങ്ങളിലും ഉണ്ടോ എന്ന് നമ്മൾ അവരെ അപായപ്പെടുത്താനുള്ള ശ്രമം നടക്കുമെന്നുള്ളത് ഇതിൽ നിന്ന് ഉറപ്പിക്കാം നമുക്ക് 100%. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെയല്ല, അങ്ങനെ ഒരു ശ്രമം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഗുരുവായൂരിലെ സംഭവം ഉണ്ടായിരിക്കുന്നത്. അവർ പറയുന്നത് ഭഗവാൻ കൃഷ്ണന്റെ നടയിൽ എനിക്ക് അവിടെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. അവർ പ്രഭാഷണങ്ങൾക്കൊക്കെ പോകുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അവര് അങ്ങനെ ആ പ്രഭാഷണത്തിന് എന്തോ പങ്കെടുക്കാനായി ഞാൻ അവിടെ എത്തിയതാണ്. അപ്പോൾ എന്നെ തിരിച്ചറിഞ്ഞ പോലെ തന്നെയാണ് എൻ്റെ ക്യൂവിൽ നിന്നാണ് ഇവരെന്നെ വളഞ്ഞിട്ട് പിടിച്ചത്. എവിടെടി നിന്റെ മൊബൈല്, എവിടെടി നവീൻ ബാബുവിനെ കൊന്നതിന്റെ ദൃശ്യങ്ങൾ എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് അവർ എൻ്റെ അടുത്ത് വന്നതെന്ന്. ഇവര് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇവര് നവീൻ ബാബുവിനെ കൊന്നതാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ നമുക്ക് തന്നെ ഒരു പേടിയുണ്ട് അല്ലേ? പിന്നെ നമ്മളിവര് വന്ന് സംസാരിച്ചതിന് ശേഷം നിങ്ങൾ നേരിട്ട് സംസാരിച്ചവരാണ്. അതെ, അല്ല നമ്മളപ്പോഴും ചേട്ടനാണെങ്കിലും സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ തമ്മിലുള്ള ചർച്ചയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ജീവന ഭീഷണി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം CPM അങ്ങനെ വെറുതെ വിടുന്ന ഒരു പാർട്ടിയല്ല. അവിടെ പത്തനംതിട്ടയിൽ വെച്ചിട്ട് തന്നെ മലയാളപ്പുഴ മോഹൻ അടക്കം ചേർന്ന ആ അവർ അവിടുന്ന് വണ്ടി കയറ്റി വിടുക ചെയ്തു. അദ്ദേഹത്തിന്റെ ബോഡി അവർ പത്തനംതിട്ട കളക്ടറേറ്റ് വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ കാണുന്നത്. ആ വീട്ടിൽ നിൽക്കാൻ സമ്മതിച്ചില്ല. പറഞ്ഞോളൂ. അപ്പൊ ഞാൻ പറയുന്നത് അതിനുശേഷം ഇവർക്കറിയാം, ഇവർ തന്നെ നമ്മളോട് പറഞ്ഞു നവീൻ ബാബുവിനെ കാറിൽ ബൊലേറോ ഇതിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് കണ്ടു. പിറ്റേ ദിവസം തന്നെ ഇവർ കളക്ടറേറ്റിൽ പോയി ചോദിക്കുന്നുണ്ട്. പിന്നെ അവർ പറഞ്ഞ മറ്റൊരു കാര്യം, ഡോക്ടറിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കണം. പിന്നെ പറഞ്ഞൊരു കാര്യം, ഷംസുദ്ദീനെ കാണാനില്ല. ഇതെത്രയും കൂടി പറഞ്ഞു വെച്ചതോടുകൂടി ഇവരുടെ ജീവനുള്ള ഭീഷണി അത് ഏറെ കൂടുതലായിട്ട് ജീവന ഭീഷണി എന്ന് പറഞ്ഞാൽ അവർ എന്നോട് പറയുന്നറിയോ, പോലീസ് കുറെയൊക്കെ നിസ്സഹായരായിരുന്നു എന്നാണ് പറയുന്നത്. പോലീസ് ഒന്നും ഇടപെടാതെ നിന്നു. എന്നിട്ട് പോലീസ് പറഞ്ഞ പോലീസിന്റെ ഈ ചില കുരുട്ടു ബുദ്ധികളുണ്ട്. അവർ നിങ്ങൾ പോയി പിന്നെ കേസ് വിലക്കാനായി ആശുപത്രി പോയി കിടക്കാൻ പറഞ്ഞു. സാറേ ഞാൻ എങ്ങനെ ആശുപത്രിയിൽ പോയി കിടക്കും, എന്നെ വല്ല വിഷമരുന്ന് കുത്തിവെച്ച് കൊന്നാലോ, ഈ CPM അല്ലേ ഭരിക്കുന്നത് എന്ന് അവരെന്നോട് പേടി പോലെ പറയുകയാണ്. അവരും പരിഭ്രാന്തിയിലായിട്ടുണ്ട്. കാരണം അവരൊരു സത്യം കണ്ടു, അത് വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഇനി തനിക്ക് നേരെ എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ചും വേറെ ഒരു പാർട്ടിയുമല്ല, CPM എന്ന് പറയുന്ന കൊലയാളി പാർട്ടിയാണ്. ആ പാർട്ടി ആയതുകൊണ്ട് തന്നെ അവരും പരിഭ്രാന്തിയിലായിട്ടുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. നമുക്കറിയാം, നമ്മുടെ ഇവിടെ വന്നിട്ടും നമ്മൾ അവർ ഓട്ടോയിൽ പിടിച്ചു കൊടുക്കുമ്പോഴും ഒക്കെ അവർക്ക് ആ ഓട്ടോയിൽ കയറാൻ പോലും ഭയം ഉണ്ടായിരുന്ന ഒരു സാഹചര്യം. അതെ, നമ്മുടെ ഇവിടെ നിന്ന് ഓട്ടോ പിടിച്ചു കൊടുക്കാൻ വേണ്ടി ഇറങ്ങുമ്പോഴും ഓട്ടോയിൽ കയറാൻ അവർക്ക് പേടിയുണ്ട്. ഇവരെ ഏത് തരത്തിലുള്ള ആൾക്കാരാണ്, ഇവരെന്നെ തിരിച്ചറിയുന്നുണ്ടോ, അവരുടെ മനസ്സിലൊരു ആശങ്ക കൂടിയാണ്. കാരണം അവർക്ക് കൃത്യമായിട്ടറിയാം കണ്ണൂരിലെ പൊളിറ്റിക്സ് എന്താണെന്നുള്ളതും കണ്ണൂരിലെ പാർട്ടി എന്താണെന്നുള്ളതും കണ്ണൂരിലെ പാർട്ടി എന്തെല്ലാം കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുമെന്നുള്ളതും അത് എവിടെ വെച്ച് വേണമെങ്കിലും കണ്ണൂരിൽ ആസൂത്രണം ചെയ്താലും ഈ കേരളത്തിൽ എവിടെ വെച്ച് വേണമെങ്കിലും അവരത് നടപ്പാക്കുമെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ടറിയാം. അല്ലെങ്കിൽ ചേട്ടാ അത്രയും ഒരു ഭയം അവരുടെ ഉള്ളിൽ വരേണ്ട കാര്യമുണ്ടോ? തീർച്ചയായിട്ടും അല്ല. ഇതിനകത്ത് വേറൊരു പോയിന്റ് എന്നറിയോ, പോലീസ് എന്ന് പറയുന്ന SIT എന്ന സംഘം കണ്ടെത്താത്ത സാധനങ്ങളാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. അവരുടെ കയ്യിൽ അവർക്ക് തെളിവായിട്ട് പറയാനുള്ളത്. അത് പോലീസിന് തന്നെ നാണക്കേട്. കാര്യം പോലീസ് ഇതുവരെ അന്വേഷിച്ചിട്ട് CCTV ദൃശ്യം പോലും കിട്ടിയില്ല. ആ മനുഷ്യൻ യാത്രയപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള ആ മണിക്കൂറുകളിലുള്ള ബാക്കി CCTV ദൃശ്യങ്ങൾ കോടതി കൊടുക്കാൻ പോലും പോലീസ് ഇതുവരെ ശേഖരിച്ചോ എന്ന് നമ്മൾ സംശയിക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ പറയുമ്പോൾ ഞാൻ വീണ്ടും പറയാണ്, അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് എവിടെ? അതാണ്, രണ്ട് ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗ് എവിടെ? അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു സൂചന ഈ SITക്ക് കിട്ടിയിട്ടുണ്ടോ? അല്ല, SIT ഇതിനെ
തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന വീണാമണി എന്ന ആ യുവതി അവര് ശരിക്കും പറഞ്ഞാൽ ആ പറയുന്ന തെളിവുകൾ ഓരോന്നായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ശംസുദ്ദീൻ അദ്ദേഹത്തെ കൊണ്ട് മുനീശ്വരൻ കോവിലിന്റെ നടയിൽ ഇറക്കി എന്നുണ്ടെങ്കിൽ ശംസുദ്ദീൻ പറഞ്ഞ അദ്ദേഹം ഓട്ടോ പിടിച്ചു പോയെന്ന് അവർ പറയുന്നു. നിങ്ങളോട് സംസാരിച്ചു പറഞ്ഞ ഒരു ബൊലേറോ വാഹനം വന്ന് അദ്ദേഹത്തിനെ അതിനകത്ത് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ പോലും പോലീസിനില്ല. അപ്പോൾ ഇപ്പൊ പ്രജിത പറഞ്ഞതുപോലെ ഈ അവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അവർ ആ ഭയമാണ് അവര് ഒരു വേള ഇവിടെ വന്നിട്ട് പോയപ്പോഴത്തേക്കും എനിക്ക് ഓട്ടോ അവരെന്നെ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്ത് ഞാൻ നാട്ടിൽ പോവാണ്. ആ സമയത്ത് എന്നെ ട്രെയിനിൽ അവരെന്നെ പോകുന്നത് വിളിക്കാം, സാർ എനിക്കൊരു ഓട്ടോ പിടിക്കണം, എനിക്ക് ആരെങ്കിലും ഒന്ന് പിടിച്ചു തരാൻ പറയൂ. നിങ്ങൾ പറഞ്ഞ അതേപോലെ അവർ പേടിക്കുന്നുണ്ട്, അവർ ഭയക്കുന്നുണ്ട്. അവർ ഭയന്നത് പോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. കാരണം ഇവർ പറഞ്ഞതെല്ലാം ഈ SIT മൂടി വെക്കാൻ ശ്രമിച്ചതെല്ലാം വീണാമണി കൃത്യമായിട്ട് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് പറഞ്ഞു. അവർ പറഞ്ഞു കാര്യം അവർ പറഞ്ഞ ഒറ്റ പോയിന്റേ ഉള്ളൂ, ഇത്രയും നല്ലൊരു ഉദ്യോഗസ്ഥൻ സാർ, ഞാൻ ഒരുപാട് കാര്യങ്ങൾക്ക് അവർ ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയാണ്, ചാരിറ്റി സംഘടനയിലൊക്കെ ഉണ്ട് സാർ, ഞാൻ ഏത് ശ്രീരാമനെ പോലിരിക്കുന്ന ഒരു പെരുമാറുന്ന ഒരു മനുഷ്യനാണ് സാർ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു പുരുഷനെ അയാളുടെ പെരുമാറ്റത്തിലൊക്കെ കൂടെയാണ് ബഹുമാനം കൊടുക്കുന്നതും നല്ല വിശ്വസിക്കാൻ കൊള്ളാവുന്നവൻ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അവരങ്ങനെയാണ് അവരുടെ ചുരുക്കം ചില ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞുകൊണ്ട് ആ പേരുകളോട് ചേർത്ത് ഒരു നവീൻ ബാബുവിന്റെ പേര് കൂടി ചേർത്ത് വെച്ചത് ആ ഉദ്യോഗസ്ഥർക്കൊപ്പമാണ്. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരോടാണ് ചേർത്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ അവർക്ക് അറിയാം ഇതിൽ കെട്ടത് ഏതാണ് നല്ലത് ഏതാണ്. അവർ ഒരുപാട് നാളായിട്ട് ഈ രംഗത്തുള്ളതാണ്. അപ്പൊ അവർക്കൊരു ഫ്രോഡിനെയും അല്ലാത്തതിനെയൊക്കെ തിരിച്ചറിയാൻ അവർക്ക് പറ്റും. ആ ഒരു അദ്ദേഹത്തിനെ അത്ര കണ്ട് അവരെ സഹായിച്ചിട്ടുള്ളതാണ്. അവർ പറയുന്നത് അവർ അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് പോയത് അവർ തമ്മിൽ സംസാരിച്ച സമയത്ത് എൻ്റെ വീടിന് അടുത്താണ് അനിയൻ താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞതിന്റെ ഓർമ്മയിൽ മലയാളപ്പുഴ അമ്മയുടെ വീടിന് അടുത്താണ് ഞാൻ എൻ്റെ വീട് എന്നൊക്കെ, അതും ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അതായത് എനിക്ക് ഇത് പറയുന്ന പോലെ ഒരുപാട് ഉദ്യോഗസ്ഥരുമായി പരിചയപ്പെടാനുള്ള ഭാഗ്യം ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്ത സമയത്ത് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥർ ചിലപ്പോൾ നമ്മുടെ ആദ്യം അടുക്കില്ലായിരിക്കും, പക്ഷെ അടുത്ത് കഴിഞ്ഞാൽ അവർ നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. അവർ നമ്മളെ ചില കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടാൽ കീഴുദ്യോഗസ്ഥർ എത്ര വെയിറ്റ് ഇട്ടിരിക്കണവരായാലും വിളിച്ചിട്ട് പറയും അതെ നമ്മുടെ ഒരു കേസാണ്, അതൊക്കെ ചെയ്തു കൊടുത്തേക്ക്. അതെന്തുകൊണ്ടാണ്? നമ്മളോടുള്ള മാനസികമായിട്ടുള്ള ഒരു സ്നേഹവും അടുപ്പവും കൊണ്ടാണ്. അതുകൊണ്ടാണ് ഒരു വിശ്വാസം കൂടെ വരുന്നത് കൊണ്ടാണ്. കാര്യം അവർ ചെയ്യുന്ന അവരുടെ സീറ്റ് ഹോട്ട് സീറ്റാണ്, അവർക്ക് വഴിവിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ അവരെ സഹായിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ അവർ ഒരു കാര്യം കൂടെ നമ്മളോട് പറഞ്ഞിരുന്നു, ആ 2 പെൺകുഞ്ഞുങ്ങളുടെ കരച്ചിൽ. അവര് മലയാളപ്പുഴ അമ്മയ്ക്ക് കടുംപായസം നേർന്നിരിക്കുന്ന പറയുന്നത് അവർ ഈ കേസ് തെളിയിക്കപ്പെട്ടാൽ. അപ്പൊ അത്രയും ആ ഒരു പാവം സ്ത്രീയെയാണ് ഈ പറയുന്ന CPM-കാരന്മാര് ഇല്ലാതെയാക്കാനായിട്ട് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ അവരിനി നടന്നു പോയാൽ പോലും എന്തെങ്കിലും സംഭവിച്ചാലും CPM-ന് നമുക്ക് ഒരു വേള വല്ലാത്ത ആശങ്കയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മളുമായിട്ട് പരിചയപ്പെട്ടു, ഇപ്പൊ നിങ്ങളെ നമ്മുടെ ഓഫീസിൽ വന്നു ക്രൈം നന്ദകുമാർ സാറിന് എനിക്ക് വിശ്വാസമാണ്. കാര്യം ഞാൻ ഈ നമ്പർ എടുക്കുന്നത് ആ സോയിമോൻ സാറിൻ്റെ നിന്നാണ്, മലയാളി വാർത്ത സോയിമോൻ സാർ അവർ ചെയ്ത ഒരു ഇന്റർവ്യൂ എന്നാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ അവരോട് ഉള്ളതിനെ പോലെ തന്നെ അടുപ്പം നമ്മളോട് അവർക്കിപ്പോൾ ഉണ്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഏത് അത്യാഹിത സാഹചര്യത്തിലാണെങ്കിലും എന്നെയോ സാറിനെയോ നിങ്ങൾ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് വിളിക്കുന്നത്. ഒരു വേള ഞാനൊന്ന് സ്റ്റണ്ടായി പോയി. കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സ്ത്രീ സാർ എന്നെ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മൾക്കത് നടന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു സ്തംഭനം, നമ്മൾ സ്തംഭിച്ചു പോയി. കാര്യം ആ രാത്രി തന്നെ ഞാൻ സാറിനെ വിളിക്കുകയായിരുന്നു, സാർ എന്നെ പോലെ ഒരു അതായി പ്ലസ് നമുക്ക് നാളെ രാവിലെ അത് വേണ്ട രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇന്ന് ഹൈക്കോടതി വരുന്നുണ്ടെന്ന് പറഞ്ഞു, അവർ കേസ് പെറ്റീഷൻ കൊടുക്കാനായി ഹൈക്കോടതിയിൽ വരുന്നു പറഞ്ഞു. അപ്പോൾ പ്രീത നമുക്ക് ഈ ചർച്ച ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അതായത് ഈ ഒരു ആക്രമണത്തിൽ CPM ഇവരുടെ മേലുള്ള ഇത് നിർത്തുമോ എന്ന് നമ്മൾ ആശങ്കപ്പെടുന്നുണ്ട്. നമുക്ക് ഭയമുണ്ട്, നിർത്താനുള്ള സാധ്യത കാണുന്നില്ല. എന്തായാലും അവര് ഹൈക്കോടതിയിൽ. പക്ഷേ നമുക്ക് ഒരു കാര്യം പറയാനുണ്ട്, ഈ കേസിൽ ഇത് ഈ സംഭവം തെളിഞ്ഞു വരുന്നത് വരെയെങ്കിലും ആ പാവം സ്ത്രീ പറഞ്ഞത് സത്യമാണ് എന്ന് ഈ സമൂഹം മനസ്സിലാക്കുന്നവരെങ്കിലും അവർ ജീവിക്കേണ്ടത് ഈ സമൂഹത്തിന്റെ ആവശ്യമാണ്, നമ്മുടെ പോലെ എന്തെങ്കിലും കണ്ടത് തുറന്നു പറയാനുള്ള ഒരു ധൈര്യമുള്ള ഒരു സ്ത്രീ അങ്ങനെയുള്ളവരൊക്കെ ജീവിച്ചിരിക്കേണ്ടത്. അല്ല പ്രിയ, നമുക്ക് വേറെ കാര്യങ്ങൾ ഇതിൽ പറയാം. എന്തെന്നറിയോ, നമ്മൾ ഈ കേസിൽ അദ്ദേഹത്തിനോട് ഉള്ള എത്രയോ ഉദ്യോഗസ്ഥരുണ്ട്. ഈ ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഒരു വാക്ക് ഈ നിമിഷം വരെ വന്ന് പറഞ്ഞു? അത് പറയില്ല. അവർ ഭയക്കുന്നുണ്ട്. ഈ നാട്ടുകാരിൽ ആരെങ്കിലും ഇവരല്ലാതെ വന്ന് പറഞ്ഞു? അപ്പോൾ ഇവർ ഒരു വേള ഒരു വല്ലാത്ത മനസ്സിനുടമയാണ് എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വയ്ക്കേണ്ടി വരും. അപ്പോൾ അവരെ സംരക്ഷിച്ച് നിർത്തേണ്ടത് ഈ കേരള സമൂഹത്തിൻ്റെ കൂടെ ബാധ്യത ആയതുകൊണ്ടാണ് ഒരു വേള നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. നന്ദി, നമസ്കാരം.